ഞാൻ ഓസിസിൽ ഒരു എയർപോർട്ട് മേടിക്കാൻ വന്നു കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇതാട്ടോ, ഭയങ്കര പെണ്ണുമ്പിളയാണെന്നൊന്നും നോക്കുന്നില്ല, റേറ്റ് ഭയങ്കര ഹൈ റേറ്റ്. ഓസിസിൽ ഓസിന് മേടിക്കാൻ വന്ന ആളാ. പക്ഷെ ഒരിക്കലും അല്ല, ഞാൻ പൈസ തന്നേ മേടിക്കുള്ളൂ. ഞാൻ ഓസിസിൽ ഒരു എയർപോർട്ട് മേടിക്കാൻ വന്നു കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇതാട്ടോ, ഭയങ്കര പെണ്ണുമ്പിളയാണെന്നൊന്നും നോക്കുന്നില്ല, റേറ്റ് ഭയങ്കര ഹൈ റേറ്റ്. ഓസിസിൽ ഓസിന് മേടിക്കാൻ വന്ന ആളാ. പക്ഷെ ഒരിക്കലും അല്ല, ഞാൻ പൈസ തന്നേ മേടിക്കുള്ളൂ. റിയൽ ആയിട്ടുള്ള റേറ്റ് വേണം. റിയൽ ആയിട്ടുള്ള റേറ്റാ പറഞ്ഞത്. കുറയ്ക്കാൻ പറ്റും 100 രൂപ. നിങ്ങളുടെ ലാഭമെങ്കിലും ഒന്ന് കുറച്ചാൽ ലാഭം ഇട്ട് പറയുകയാണെങ്കിൽ നീ നോടും. പിന്നെ അതിന്റെ കൂടി അപ്പൊ ഞാൻ എത്ര തരണം? വാച്ചിനൊക്കെ നല്ല വില കുറവുണ്ട്. 500 രൂപയ്ക്കൊക്കെ സ്മാർട്ട് വാച്ച് ഇല്ലയോ? 500-600 രൂപയൊക്കെ സ്മാർട്ട് വാച്ച് ഉണ്ട്. അത് ചിന്തിക്കുക. ഇത് കുറച്ചും കൂടെ പ്രീമിയം സാധനം, കുറച്ചുകൂടെ നല്ലത്. കറക്റ്റ് എയർപോർട്ടിന്റെ സംഭവം. ഇത് 1 ഇയർ ഗ്യാരണ്ടി ചെയ്തു. ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ വരും വന്നാലേ എത്ര കാർഡ് എടുക്കൂ. ക്യാഷ് ജിപി ക്യാഷ് അടുത്ത മുതലല്ലേ അതിന്റെ അകത്ത് ഓക്കെയാണ്. ഞാൻ ഈ നാട്ടുകാരിയല്ല, ഞാൻ ഇവിടത്തെ കാര്യമല്ല. അമ്മ അപ്പുറത്തെ സാധനം മേടിക്കാൻ പോയി. ഇല്ല വേണ്ട, എനിക്ക് പപ്പടം അതല്ലേ എവിടെ ഇന്നും മേടിക്കും. ഈ രാധാസിന്ന് ഞാൻ 2 കിട്ടും. രാജിച്ച് ചായ കുടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ കാര്യമ്പോൾ ഞാൻ ഇന്നും മേടിക്കുന്നു. വീട്ടിൽ ഇരിക്കുന്നു തുറന്നടിച്ചപ്പോ. അതുകൊണ്ടാണ്. അവർക്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. പറഞ്ഞു ചേച്ചി കയ്യിൽ പൈസ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഗൂഗിൾ പേ ഉണ്ട്, നമ്പർ തരാണ്. ഞാൻ ഇങ്ങോട്ട് വെക്കണം. ഏസിയിൽ ചോട്ടിരുന്നിട്ട് എനിക്ക് ഇത്ര കൂടിയത് വേണ്ട. അടുത്ത മറ്റേതിന്റെ റേറ്റും കൂടെ പറഞ്ഞു നോക്കിക്കോ. ഇല്ല എന്റെ ഇപ്പൊ എടുക്കാനില്ല. 1500 റേഞ്ച് വരുന്ന വേണം. വില പേശുന്നു. ഇതില്ലേ എനിക്ക് ഓർമ്മ വന്ന മറ്റേ വിഗ്രഹം വില പേശി മേടിച്ചെന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കട്ടെ. എനിക്ക് പറയുന്നുണ്ട് ഗൈസ്. ചേട്ടാ സീരിയസ് ആയിട്ട് 1800 രൂപ വിലയുണ്ട്. എടി ഇത് ഒറിജിനൽ 1 ഇയർ ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. ഇത്തമേ വ്ലോഗ് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാൻ തനി സ്വഭാവം നിങ്ങൾ കാണേണ്ടതാണ്. മോസിന്റെ മുതലാളിയുടെ തനി സ്വഭാവം. തന്തു നിന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് റേറ്റ് കുറച്ച് വാങ്ങിച്ച സാധനം എനിക്ക് നല്ല സാധനം വേണം. എപ്പോഴും ഞാൻ കാണാൻ പറ്റേ. എനിക്ക് പ്രൊമോഷൻ ഒരുത്തൻ അയച്ചു തരുന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. എന്താ വേണ്ടത്? ഒരു കസ്റ്റമർ കുറഞ്ഞ സാധനം ചോദിച്ചാൽ നിങ്ങൾ പിന്നെ ഇവിടെ നിർത്തി വെച്ച് കൊടുക്കും. കുറഞ്ഞതാ എനിക്ക് കുറഞ്ഞത് തരണം. എയർപോർട്ടിന്റെ കോപ്പി വന്നേക്കാം. നീ 550 രൂപ. അതൊന്നും വേണ്ട. എന്നിട്ട് എന്തോ ചത്ത സാധനം കുറഞ്ഞതാകുമ്പോ അങ്ങനെ ഇരിക്കും. നല്ല വേണം. ഇത് നല്ലതാണ്. ഇത്രയും പൈസ ഒന്നും എന്റെ കയ്യിലില്ല. 1500 പറ്റത്തൊന്നുമില്ല. കുറച്ചുകൂടെ ഫസ്റ്റ് എടുത്തത് തന്നെ തന്നാൽ മതി. നല്ലത് കൊടുത്തപ്പോ അതുകൊണ്ട് അതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ എല്ലാം ഉള്ളേ. കാര്യമായിട്ട് പറഞ്ഞേ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല അതിനെക്കാട്ടി 500 രൂപ ഇട്ട് മറ്റു സാധനം മേടിക്കാൻ പറ്റത്തില്ലേ? പിന്നെ ഇതിൽ കുറഞ്ഞ എന്തോ ഈ അമ്മിക്ക് വേണം ചോദിച്ചു. അല്ലെങ്കിൽ പോകാൻ പറ. പൊട്ടിക്കട്ടെ? പൊട്ടിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണെങ്കിൽ പൊട്ടിക്കും. ഇതോ അതോ ഏതോ വേണമെന്ന് തീരുമാനിക്കുക. എയർപോർട്ട് യൂസ് ചെയ്യുന്ന പോലെ നല്ല സാധനം. എയർപോർട്ട് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. ഇത് 500 അത് കൂടുതൽ. ഇത് 500 കുറവ്. ബാഗിലുണ്ട്. പൈസ ഇരിക്കുന്ന കൊടുക്കാനുള്ള ചിട്ടി വേണോ ഇത് വേണോ? ഒരാളല്ല. വെറും ദുരന്തമാണ് എന്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മടിച്ച് നിൽക്കുന്നേ. ഞാൻ അഭിരാമ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലത്ത് പോയാണ് ഗൈസ്. നിങ്ങോട്ട് പറയുന്നില്ല എന്തുവാ
ഈ സാധനം ഉണ്ട് കേട്ടോ, മറന്നുപോയി എന്റെ പൊന്നൂമ്മ. നമ്മൾ ഒരുമിച്ച് പറഞ്ഞോ കേക്കാം. ബൈ ബൈ. ഗൈസ് നമ്മള് ഒരു കുടിച്ചു, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇത് പാൽ സർബത്താണ് ഇവർ രണ്ടും കുടിച്ചു കേട്ടോ. ആപ്പിൾ കിസ് മേടിച്ച് മേടിച്ചു. പിന്നെ ഞാനാണെങ്കിൽ എന്തോ കാന്താരി സർബത്ത്, പിന്നെ നെല്ലിക്ക കാന്താരി സർബത്ത് സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ ഉപ്പ് മാത്രം ഇട്ടായിരുന്നു നമ്മള് കുടിച്ചത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അണ്ണനാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കിട്ടുന്നു, അപ്പൊ സെറ്റ് ആയിരുന്നു. എരിയില്ലതല്ലേ, ഭയങ്കര അങ്ങനെ എരിയൊന്നും ഇല്ലായിരുന്നു. ചെവിക്ക് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെയാണ് ഇട്ടിരുന്നത്. പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം, നൈസായിരുന്നു. അതുപോലെ തന്നെ ഗൈസ് ഒരു വലിയ ഇതെന്ന് വെച്ചാൽ ഇവന്റെ പരിചയക്കാരനായിരുന്നു കേട്ടോ ആ ചേട്ടൻ. ഞങ്ങളിത് പൈസ മേടിച്ചില്ല. പുള്ളിക്കാരൻ പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇത്രയും സാധനം കുടിച്ച് ആയിട്ട് പാവാ ചേട്ടൻ. അപ്പം എന്തായാലും അതുകൊണ്ടല്ല പറയുന്നത്, അല്ലാതെ പറയുവാണ്, സാധനം നല്ലതാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അണ്ണന്റെ കടയിലോട്ടൊന്ന് കയറണം. അണ്ണന്റെ പേരെന്തായിരുന്നല്ലോ? ഷാനു അണ്ണന്റെ കടയിലോട്ടൊന്ന് കയറണം. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്താണ് കടയിരിക്കുന്നത്. കടയ്ക്ക് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഈ ഷേക്കും ഈ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഉറപ്പായിട്ടും ഞാൻ അവിടെ അങ്ങോട്ടൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് കയറും. കാരണം പുള്ളിപ്പാവം ഫസ്റ്റ് നമ്മളെ കുടിച്ചുകൊണ്ട് ആ ഒരു ഇത് കാണിച്ചില്ല. അപ്പം നമ്മൾ എന്തായാലും കീറിയിട്ടാണ് എൻ്റെ ഇനി സ്ഥിരം മേടിച്ചെങ്കിൽ ആ പുള്ളിക്ക് പൈസയൊക്കെ ഇട്ട് കൊടുക്കണം. എനിക്കൊരിതുണ്ട്. കാരണം പുള്ളിപ്പാവം അല്ലേ, നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൻ്റെതായിട്ടുള്ള ഒരിതുണ്ട്. നല്ല രീതിക്ക് നമ്മൾ നിർബന്ധിച്ച് പക്ഷെ അണ്ണം കേട്ടില്ല. അത് എനിക്ക് എന്തോ ഒരു കാരണം പുള്ളിയുടെ ആ ഒരു ഇതാണ് അത്. പക്ഷെ എന്തോ ഒരു ഇതായി. അപ്പൊ എന്തായാലും കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വെബ് സീരീസിൽ ഒരാളെ കൂടെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പുള്ളിക്കാരി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു കുഞ്ഞു മോളാണ്. അപ്പം മോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും എടുത്തില്ല, ഡയറക്റ്റ് ഷോപ്പിൽ വരെയാണ് കേട്ടോ ചെയ്തത്. ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ പോവുകയാണ്. നമ്മൾ ഈ കുറുമ്പത്തെയും കൊണ്ട് വിസ്മവാളി വന്നു.